ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ വെനസ്ഡേയിലെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷനാണ്, കിച്ചണിലാണ്. അപ്പോൾ ഇഡ്ഡലി റെഡിയാക്കുമായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എല്ലാം ടേബിളിൽ വിളമ്പി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഒരു ഗ്ലാസ് ചൂട് ചായ. പിന്നെ ഇന്ന് കണ്ടല്ലോ ബ്രേക്ക്ഫാസ്റ്റായിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഇഡ്ഡലിയാണ്. ഇഡ്ഡലിയും സാമ്പാറും അതുപോലെ തന്നെ ചമ്മന്തിയും. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴത്തേനും ഇഡ്ഡലി കഴിക്കാൻ തോന്നി. പിന്നെ അപ്പോൾ എന്താ പറയുക, ദോശയുടെ മാവുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ദിവസമായതുകൊണ്ട് തന്നെ ഇഡ്ഡലി ആക്കാം, നെക്സ്റ്റ് ഡേയിൽ ദോശയായിട്ട് ചെയ്യാം എന്ന് വിചാരിച്ച്. അപ്പോൾ അത് ഫ്രഷായിട്ട് ഇപ്പോൾ കുക്ക് ചെയ്തെടുത്തതേ ഉള്ളൂ. ഞാൻ അധികം കുക്കിങ് വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തില്ല, കിച്ചൺ കാര്യങ്ങളൊന്നും എടുത്തില്ല. അപ്പോൾ വീഡിയോ ഒരുപാട് നീണ്ടു പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ഇഡ്ഡലി, ചമ്മന്തി, സാമ്പാർ പ്രിപ്പറേഷനും കാര്യങ്ങളൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ എനിക്ക് കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്, ഞാനിപ്പോൾ 2 ഇഡ്ഡലി, നല്ല ചൂട് ഇഡ്ഡലി. അപ്പം ഞാൻ എടുക്കും, ഇനിയും ഇഡ്ഡലിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 എടുത്തത് എന്താണെന്ന് വെച്ചാൽ ചൂട് കളയണ്ട, കാസ്ട്രോളിൽ തന്നെ അടച്ച് വെച്ചതാണ്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ 2 ഇഡ്ഡലി, വളരെ ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള സൂപ്പർ ഇഡ്ഡലി. പിന്നീട് നന്നായിട്ട് സാമ്പാർ ഒഴിച്ചു, നന്നായിട്ട് സാമ്പാർ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ വത്തൽമുളകൊക്കെ നന്നായിട്ട് ചേർത്തിട്ട്, തേങ്ങയൊക്കെ കുറച്ച് കൂടുതൽ ചേർത്ത് നല്ല അടിപൊളിയായിട്ടുള്ള ചമ്മന്തി. വത്തൽമുളകൊക്കെ വറുത്ത് കോരി, അതുപോലെ തന്നെ സവോളയൊക്കെ വറുത്ത് കോരിയതിന് ശേഷം അരച്ചെടുത്തിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ്. പിന്നെ നന്നായിട്ട് നല്ല കൂടുതൽ സാമ്പാറിൻ്റെ കഷ്ണങ്ങളും എല്ലാം കൂടെ ചേർത്തിട്ട്, എനിക്കിങ്ങനെയാണ്, എനിക്ക് ഇഡ്ഡലി കഴിക്കുമ്പോഴത്തേനും നന്നായിട്ട് സാമ്പാർ കുതിർത്തി ഒഴിക്കണം, എന്നിട്ട് കൂടുതൽ സാമ്പാർ. അപ്പോൾ ഇഡ്ഡലി എന്ന് പറയുന്നത്, ഇഡ്ഡലി, ദോശ, സാമ്പാർ, ചമ്മന്തി എന്നൊക്കെ പറയുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട്, അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ കഴിക്കാൻ തോന്നി. അപ്പോൾ ഒന്നും ആലോചിച്ചില്ല, അപ്പം തന്നെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ പിന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ സാമ്പാറും ഇഡ്ഡലിയും ആണ് കഴിക്കാൻ തോന്നിയത്. ചമ്മന്തി നിർബന്ധമില്ല, പക്ഷേ ഇക്കാക്ക് ഇങ്ങനെ സാമ്പാറുണ്ടെങ്കിൽ ചമ്മന്തി നിർബന്ധമാണ്. ചമ്മന്തി മാത്രമാണെങ്കിൽ സാമ്പാർ നിർബന്ധം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ സാമ്പാറുണ്ടെങ്കിൽ ചമ്മന്തിയും കൂടെ ചേർത്തിട്ടാണ് കഴിക്കുന്നത്. ഞാൻ കുതിർന്ന ഇഡ്ഡലി എന്ന് പറയുന്നത്, നമ്മൾ കറിയൊക്കെ ഒഴിച്ച് വെച്ചപ്പോഴത്തേനും നന്നായിട്ട് കുതിർന്നു. അപ്പോൾ ആ ചമ്മന്തിയും സാമ്പാറും അതുപോലെ തന്നെ സാമ്പാറിലെ കഷ്ണങ്ങളും എല്ലാം ചേർത്ത് എൻജോയ് ചെയ്ത് കഴിച്ചു. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഓറഞ്ച് കഴിച്ചു. വളരെ മധുരമുള്ള ഒരു ഓറഞ്ചാണ്. അതിനുശേഷം പിന്നെയും കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ഞാലിപ്പൂവൻ പഴം കഴിച്ചു. അതിനുശേഷം പിന്നീട് ഞാൻ ലഞ്ച് പ്രിപ്പറേഷനിലേക്ക് കയറി. സാറാന് മോൾ സ്കൂളൊക്കെ വിട്ട് വന്നു. മോൾക്കുള്ള ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയൊക്കെ കൊടുത്തു. സാറായി ചട്നി അധികം കൂട്ടിയില്ല, സാറാക്ക് ഇഡ്ഡലിയും സാമ്പാറുമാണ് ഇഷ്ടം എന്ന് പറയുന്നത്. അപ്പോൾ സാറാക്ക് ഫുഡൊക്കെ കൊടുത്തു. അതിനുശേഷം ഞാനിതാ ലഞ്ച് പ്രിപ്പറേഷനിലേക്ക് കയറുകയാണ്. അപ്പോൾ നല്ല കുഞ്ഞ് അടിപൊളിയായിട്ടുള്ള നെത്തോലിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ അത് എല്ലാം ഒന്ന് മാരിനേറ്റ് ചെയ്യുകയാണ്. ചേർത്തിരിക്കുന്നത് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും വിനേഗറും. ഇത്രയും ഐറ്റംസ് ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വെക്കുകയാണ്. ഉടനെ തന്നെ പൊരിക്കുകയാണ്. കുറേ നേരം മാരിനേറ്റ് ചെയ്ത് വെക്കാനുള്ള ടൈമും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഫിഷ് ലവർ അല്ല. ഞാൻ ശരിക്കും അതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് വെറൈറ്റി ഫിഷസ് ഒന്നും നമ്മുടെ ഫുഡിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാത്തത്. ഞാൻ ഫിഷ് കഴിക്കുന്നതിൻ്റെ കാര്യത്തിൽ വളരെ സെലക്റ്റീവാണ്. ഈ ഒരു നെത്തോലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന നല്ല കുഞ്ഞൻ മത്തി ഉണ്ടല്ലോ, ഇവിടെ കിട്ടും ഒരു ടൈപ്പ് വലിയ മത്തി, ഒമാൻ മത്തി എന്നൊക്കെ പറഞ്ഞിട്ട്, അതെനിക്ക് താല്പര്യമില്ല. നമ്മുടെ നാട്ടിലെ കുഞ്ഞൻ മത്തി, നെത്തോലി അങ്ങനെയുള്ള, പിന്നെ പ്രോൺസ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയുള്ള കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള ഫിഷസാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ ഒരു ഫിഷ് ലവർ അല്ലാത്തത് കൊണ്ടാണ് എപ്പോഴും ഞാൻ എൻ്റെ ഫുഡിൽ ഫിഷസ് ഇൻക്ലൂഡ് ചെയ്യാത്തത്.
പിന്നെ എന്താ പറയുക, ഞാൻ ഇന്ന് ലഞ്ചിന് എടുക്കുന്നത് ചോറാണ്. ചോറെടുക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ സാമ്പാറും ചോറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ എന്താ പറയുക, ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി സാമ്പാർ കുറച്ച് കൂടുതൽ പ്രിപ്പയർ ചെയ്തായിരുന്നു. അപ്പോൾ സാമ്പാർ കണ്ടപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു ഇന്ന് ലഞ്ചിന് റൈസ് എടുക്കാം എന്ന്. അങ്ങനെ എന്താ പറയുക, ഒരുപാട് ഫുഡും കാര്യങ്ങളൊന്നുമില്ല, വിഭവസമൃദ്ധമായിട്ടുള്ള ഒരു ലഞ്ചൊന്നുമല്ല. പക്ഷേ എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ഒരു കോംബോ, എന്താ പറയുക, ചോറ്, നല്ല ചൂട് ചോറും അതുപോലെ തന്നെ ഫിഷ് ഫ്രൈയും സാമ്പാറും പപ്പടവും അച്ചാറും. ഇതെന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് കോംബോ ആണ്. എനിക്ക് സാമ്പാറിന് പപ്പടം പൊരിച്ചതും അതുപോലെ തന്നെ മീൻ പൊരിച്ചതും ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ചോറിന്, ലഞ്ചിന് ചോറായിട്ട് കഴിക്കാൻ. അപ്പോൾ ഇതാ നമ്മുടെ ടേബിളിലേക്ക് എല്ലാം റെഡിയാക്കി. അപ്പോൾ സാറ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ലേറ്റായിട്ട് കഴിച്ചത് കൊണ്ട് മോൾക്ക് കുറച്ച് കഴിഞ്ഞ് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഏറ്റവും ആദ്യം ഞാൻ തന്നെയാണ് ലഞ്ച് കഴിക്കുന്നത്. അപ്പോൾ ചോറിലും രാവിലെ നന്നായിട്ട് ഇഡ്ഡലിക്ക് സാമ്പാർ കൂട്ടി കഴിച്ചു. അതിനുശേഷം ലഞ്ചിനും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ നന്നായിട്ട് സാമ്പാർ എടുത്ത് കഴിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ് സാമ്പാർ എന്ന് പറയുന്നത്. പിന്നെ സാമ്പാറൊക്കെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ വെക്കുന്ന ആ ഫസ്റ്റ് ഡേയിലാണല്ലോ. അപ്പോൾ രണ്ടാമത്തെ ദിവസത്തിനേക്കാളും ഒക്കെ ആ ഫ്രഷായിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്ന ദിവസമാണ് സാമ്പാറിനൊക്കെ ഭയങ്കര ടേസ്റ്റ്. പിന്നെ നമ്മുടെ നെത്തോലി ഫിഷ് എന്ന് പറയുന്നത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് ഫിഷസൊക്കെ നന്നായിട്ട് മുറുകണം, നല്ല ക്രിസ്പി ആയിട്ട് ക്രഞ്ചി ആയിട്ടിരിക്കണം. പിന്നെ എന്താ പറയുക, ഫിഷൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ നന്നായിട്ട് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ചില്ലി പൗഡറൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഇടാനും നോക്കും. നല്ല സ്പൈസി ആയിട്ട് ക്രിസ്പി ക്രഞ്ചി ആയിട്ട് ഇരിക്കണം. എനിക്ക് എന്താ പറയുക, ഫിഷ് എന്ന് പറയുന്നത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയാൽ പോരാ, ഡീപ്പ് ഫ്രൈ ആയാൽ എനിക്ക് ഫിഷസിനോട് താല്പര്യമുള്ളൂ. ഈയിടെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഒരു എന്താ പറയുക, കഴിഞ്ഞ ആഴ്ച നമ്മൾ ലഞ്ച് കഴിച്ചു. അപ്പം റെസ്റ്റോറൻറ്റ്സിലൊക്കെ കൂടുതലും തവ ഫ്രൈ ആണ്, എന്ന് വെച്ചാൽ ഷാലോ ഫ്രൈ ആണ്. ഡീപ്പ് ഫ്രൈനേക്കാളും കൂടുതൽ ഷാലോ ഫ്രൈ ആണ്. അതുകൊണ്ട് തന്നെ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയിട്ട് ഫിഷ് ഫ്രൈ കൂട്ടാനായിട്ട് എനിക്ക് വലിയ താല്പര്യമില്ല. ചില സ്ഥലങ്ങളിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടുള്ള ഫിഷ് കിട്ടാറുണ്ട്, പക്ഷേ വളരെ കുറവാണ്. കൂടുതലും ഷാലോ ഫ്രൈ ആണ് റെസ്റ്റോറൻറ്റ്സിലൊക്കെ നമ്മൾ ലഞ്ചിന് പോകുമ്പോൾ. അപ്പോൾ അതാ ഞാൻ നല്ല ചൂട് ചോറും സാമ്പാറും അതിൻ്റെ മുകളിലേക്ക് സാമ്പാറിൽ നിന്നുള്ള പൊട്ടറ്റോയും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സാമ്പാറിൻ്റെ അത് കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചോറും സാമ്പാറും ഒരു വലിയ പീസ് കിഴങ്ങ് നന്നായിട്ട് ഉടച്ച് ചോറിൽ വെച്ചു. പിന്നെ ഒരു നെത്തോലി ഫ്രൈ എടുത്ത് വെച്ചു. പപ്പടമൊക്കെ ചേർത്ത് കുഴച്ച് കഴിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് അച്ചാർ വലിയ നിർബന്ധം ഇല്ലായിരുന്നു. പിന്നെ ഒരു ആർഭാടത്തിന് വേണ്ടിയിട്ട് സൈഡിൽ അച്ചാർ വെച്ചതേ ഉള്ളൂ. എനിക്ക് സത്യം പറഞ്ഞാൽ സാമ്പാറും ചോറും പപ്പടവും ഞാൻ കഴിക്കും. പിന്നെ ഫിഷ് ഫ്രൈ ഉണ്ടെങ്കിൽ സന്തോഷം. അപ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ലഞ്ച്. ഇപ്പോൾ ലഞ്ചിന് വീക്ക് ഡേയ്സിൽ ഒരുപാട് കറികളും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാറില്ല, എന്നാൽ 2-3 കറികളുണ്ടാക്കും. അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കംഫർട്ടായിട്ടുള്ള നമ്മുടെ കോംബോ ഉണ്ടല്ലോ, അങ്ങനെയുള്ള വളരെ കംഫർട്ടായിട്ടുള്ള കറികൾ നോക്കി സെലക്ട് ചെയ്തിട്ട് ഉണ്ടാക്കും. അതാകുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് ലഞ്ച് കഴിക്കുകയും ചെയ്യാം, പല കറികൾ ഉണ്ടാക്കുകയും വേണ്ട. അപ്പോൾ സാമ്പാർ ഇന്ന് റെഡിയാക്കി. അപ്പോൾ നെക്സ്റ്റ് ഡേയിലും കൂടെ സാമ്പാർ എടുക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇഡ്ഡലി ആയിട്ടാണല്ലോ റെഡിയാക്കിയത്, അപ്പോൾ നെക്സ്റ്റ് ഡേയിൽ ദോശയായിട്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് 2 നേരം സാമ്പാർ കൂട്ടി, ബ്രേക്ക്ഫാസ്റ്റിന് സാമ്പാർ, ലഞ്ചിന് സാമ്പാർ. അതുകൊണ്ട് ഡിന്നറിന് സാമ്പാർ എടുക്കുന്നില്ല. അപ്പോൾ ഡിന്നറിന് എന്തെങ്കിലും മാറ്റി കുക്ക് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ആ ഫിഷ് ഫ്രൈ ഉണ്ടല്ലോ, ആ നെത്തോലി ഫ്രൈ എന്ന് പറയുന്നത് എടുത്തെടുത്ത് കഴിക്കുകയാണ്. ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ ചോറൊക്കെ ഉണ്ടതിന് ശേഷം എന്തെങ്കിലും മധുരം കഴിക്കാൻ തോന്നി. അപ്പോൾ നമ്മുടെ ഏത്തപ്പഴം ചിപ്സ്, നമ്മുടെ എന്താ പറയുക, പഴം ചിപ്സ് ഉണ്ടല്ലോ, ഏത്തപ്പഴം ചിപ്സ്, അത് കഴിച്ചു. അതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ സ്ട്രോബെറി ആപ്പിൾ, വളരെ ടേസ്റ്റി, നല്ല സ്വീറ്റായിട്ട് നല്ല ക്രഞ്ചി ആയിട്ട് ക്രിസ്പി ആയിട്ടുള്ള സ്ട്രോബെറി ആപ്പിൾ കഴിച്ചു. അതിനുശേഷം നമ്മുടെ സ്ട്രോബെറി കഴിച്ചു. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഈ സ്ട്രോബെറി ബോക്സ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ ഞാൻ 1-2 ദിവസം കൊണ്ട് അങ്ങ് പെട്ടെന്ന് എടുത്ത് തീർക്കുകയാണ്. അത് ഇരുന്ന് കഴിഞ്ഞാൽ ചീത്തയായി പോകും. എൻ്റെ പൊന്നോ, ഇതൊരു രക്ഷയെന്ന് പറഞ്ഞാൽ വൻ കയ്പ്പ്. വലിയൊരു ആവേശത്തിൽ ഒരു പീസ് എടുത്ത് കഴിച്ചതാണ്. പക്ഷേ കഴിച്ചപ്പോൾ
ഇറക്കാനും പറ്റുന്നില്ല, തുപ്പാനും പറ്റുന്നില്ല എന്നുള്ള ഒരവസ്ഥയിലായിപ്പോയി. ലിൻറ്റ് ഡാർക്ക് ചോക്ലേറ്റാണ്, ഭയങ്കര കയ്പ്പായിരുന്നു. പിന്നെ ആ ചോക്ലേറ്റിൻ്റെ കയ്പ്പ് മാറ്റാനായിട്ട് ഞാൻ കൈ കിട്ടിയ എന്തൊക്കെയോ കഴിക്കുമായിരുന്നു. നല്ല മധുരമുള്ള ഒരു ഓറഞ്ച് കഴിച്ചു. എന്താണെന്ന് വെച്ചാൽ 85% ഡാർക്ക് ചോക്ലേറ്റേ ഉള്ളൂ. പക്ഷേ എൻ്റെ മുന്നേ 100 അതിൻ്റെ മുകളിലും ഡാർക്കായിട്ട് അത്ര കയ്പ്പ് കേട്ടോ, ഭയങ്കര കയ്പ്പ്, വായി വെക്കാൻ പറ്റാത്ത കയ്പ്പ്. പിന്നെ അതിൻ്റെ കയ്പ്പ് മാറാനായിട്ട് കൈ കിട്ടി എന്തൊക്കെയോ കഴിച്ചു. ഇതെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഓഫീസ് വിട്ട് വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്ന കായ്പോളയാണ്. ഇതെന്ന് പറഞ്ഞാൽ സോസേജ് ഫ്രൈ ചെയ്താണ്. സാറാക്ക് ഈവനിങ് ആയപ്പോൾ സോസേജ് ഫ്രൈ ചെയ്ത് കൊടുക്കാവും ചോദിച്ചു. അപ്പോൾ കൊച്ചിന് വേണ്ടിയിട്ട് ഫ്രൈ ചെയ്തതാണ്. പിന്നെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു ഏത്തപ്പഴം ഇരിപ്പുണ്ടായിരുന്നു. ആ ഏത്തപ്പഴം ഒന്ന് എന്താ പറയുക, എണ്ണയ്ക്കകത്തിട്ട് സോട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ അതിന് ശേഷം കുറച്ച് കാഷ്യൂനട്ട് എടുത്തതാണ്. കുറച്ച് പ്ലെയിൻ കാഷ്യൂനട്ടും കുറച്ച് റോസ്റ്റഡ് കാഷ്യൂനട്ടും അതെടുത്ത് എല്ലാവരും കൂടെ കുറച്ച് കഴിച്ചു. പിന്നെ അതിനുശേഷം നമ്മുടെ ഡിന്നറായപ്പോഴത്തേനും ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് സാമ്പാറൊന്ന് മാറ്റി പിടിക്കാം. സാമ്പാർ എന്ന് പറഞ്ഞാൽ 3 നേരം നമുക്ക് സാമ്പാർ കൂട്ടുമ്പോൾ സാമ്പാറിനോടൊരു മടുപ്പ് തോന്നുമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഡിന്നറിന് ഒരു സിമ്പിളായിട്ടുള്ള ഡിന്നറാണ്. നമുക്ക് കുക്ക് ചെയ്യാനൊന്നും വലിയ മൂഡില്ലാതിരിക്കുമ്പോഴത്തേനും എന്താ പറയുക, എന്നും നമ്മുടെ കയ്യിൽ റോബസ്റ്റ പഴമോ ഞാലിപ്പൂവൻ പഴമോ സ്റ്റോക്ക് ഉണ്ടായിരിക്കും. കാരണം ഉപ്പുമാവ് അതുപോലെ തന്നെ പുട്ട് ഈ വക ഐറ്റംസിനൊക്കെ നമ്മൾ പഴം ഇങ്ങനെ മാറ്റി എടുക്കാറുണ്ട്. ഇക്കാക്ക് ഇഷ്ടമാണ്. നല്ല ചൂടോട് കൂടിയിട്ട് പുട്ട് കൊടുത്താലും അതുപോലെ തന്നെ നല്ല ചൂട് ഉപ്പുമാവൊക്കെ കൊടുത്താലും പഴവും കൂട്ടി കഴിച്ചോളും. അപ്പോൾ അതാ നമ്മുടെ ഡിന്നർ എന്ന് പറയുന്നത് നല്ല ചൂട് പുട്ട്, നല്ല അടിപൊളി ചൂട് പുട്ടും അതുപോലെ തന്നെ ഇന്നെടുത്തിരിക്കുന്നത് റോബസ്റ്റ പഴമാണ്. അപ്പോൾ തേങ്ങ ഒക്കെ കുറച്ച് കൂടുതലിട്ടിട്ടുണ്ട്. പഞ്ചസാര കൂട്ടി കഴിക്കാത്തത് കൊണ്ട് തന്നെ തേങ്ങയുടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് അത്യാവശ്യം നന്നായിട്ട് കൂട്ടും. ഞാൻ പിന്നെ മനഃപൂർവ്വം മക്കൾക്കാണെങ്കിലും ഇക്കാക്കാണെങ്കിലും പുട്ടിൻ്റെ കൂടെ പഞ്ചസാര കൊടുക്കാത്തതാണ്. കാരണം നമ്മുടെ തേങ്ങയും പഴവും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇനിയിപ്പോൾ നമ്മുടെ വൈറ്റ് പോയ്സൺ ആഡ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഷുഗർ മാക്സിമം പറ്റുന്നിടത്തുനിന്നൊക്കെ കട്ട് ചെയ്യാറുണ്ട്. എന്നാൽ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, നമുക്ക് കഴിക്കേണ്ടിടത്ത് കഴിക്കാറുണ്ട്. എങ്കിലും മാക്സിമം ഡയറ്റിൽ നിന്ന് ഷുഗർ കട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ വെനസ്ഡേയിലെ ടേസ്റ്റി ഡിഷസ് എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ലഞ്ച്, ഡിന്നർ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു.